പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ സൈനിക നീക്കത്തിനെതിരെ വലിയ വിമർശനമാണ് സ്വരാജ് ഉന്നയിച്ചത്. പക്ഷേ പിണറായി വിജയനോ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനോ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനേക്കാൾ നമ്മെ ഞെട്ടിക്കുന്നത് ദേശാഭിമാനിയുടെ ഇന്നത്തെ പത്രമാണ്. ദേശീയതയ്ക്ക് വേണ്ടി വലിയ ഉച്ചത്തിലാണ് ആ പത്രം ഇന്നിറക്കിയിരിക്കുന്നത്. ഇനി എന്തായാലും ഇന്നത്തോടുകൂടി തന്നെ തൻ്റെ വീട്ടിലുള്ള പത്രം ഇടുന്ന പരിപാടി സ്വരാജ് നിർത്തുമോ? പക്ഷെ ഇത് കണ്ട നിർത്താനുള്ള തോന്നൽ സ്വരാജിനുണ്ടാകും. അത് ഇപ്പോൾ സ്വരാജ് നിർത്തുമോ നിർത്താതിരിക്കുകയോ ചെയ്യട്ടെ. പണ്ട് പി ജയരാജൻ അച്യുതാനന്ദനെ കുറിച്ചാണെങ്കിലും നിയമസഭാ തലത്തിൽ പറഞ്ഞ പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. കൂടവും ചുറ്റികയും തമ്മിലടിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കീടങ്ങൾ തെറിക്കും എന്ന് പറയുന്ന പാർട്ടിയിലൊരു കീടം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും വലിയ വാല്യൂ ഒന്നും സ്വരാജനില്ല. പക്ഷേ ദേശാഭിമാനിയുടെ ഈ പരിണാമം, ദേശാഭിമാനി എന്ന പേരിനോട് അന്വർത്ഥമാകുന്ന തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ പോളിസി യുദ്ധകാലത്ത് കൈക്കൊണ്ടത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്, സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഭംഗിയായിട്ട് ഒരു പക്ഷേ ദേശീയ പത്രമെന്ന് അവകാശപ്പെടുന്ന മാതൃഭൂമി കൊടുക്കുന്നതിനേക്കാളും, മനോരമയുടെ കാര്യം പറയണ്ട, മനോരമയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്ന ഈ സജ്ജമായ ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അവർ പോപ്പിനെ തിരഞ്ഞെടുത്ത കാര്യത്തെക്കുറിച്ചാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അല്ല, ചാനലിൽ ഇന്നലെ അങ്ങനെയായിരുന്നു വാർത്ത. സ്വാതന്ത്ര്യ സമരകാലത്തും അവരങ്ങനെ തന്നെയായിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ പ്രയോറിറ്റി വേറെയാണ്. പോട്ടെ, നമുക്കത് പോട്ടെ. ഒരു മതപത്രം എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലേക്കാണ് അവർ അധപ്പതിച്ചത് യുദ്ധകാലത്ത്. രാജ്യം 140 കോടി ജനങ്ങൾ, അവരിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പത്രം വായിക്കുന്ന ഓർമ്മ വേണം. പോപ്പിൻ്റെ കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്, അതവിടെ സംഭവിക്കും. അതിൻ്റെ വാർത്ത കൊടുക്കണം. എഡിറ്റോറിയൽ ചെയ്യുന്നത് ജനങ്ങളെ വിഷമിപ്പിക്കാത്ത തരത്തിലുള്ള, അതേസമയം അവരെ ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ച് ആവേശഭരിതമാവുന്ന പ്രസംഗങ്ങളാണ് സാധാരണഗതിയിൽ എഡിറ്റർമാർ കൊടുക്കാറുള്ളത്. ആ പോളിസി തന്നെയാണ് ദേശാഭിമാനി എന്ന് പറയുന്ന, നമ്മൾ പലപ്പോഴും മോദിക്കെതിരെ ഉള്ള ഒരു ജിഹ്വ എന്ന് കരുതി ആ പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനോരമയ്ക്ക് മാർഗദീപം കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ ദേശാഭിമാനി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ എഡിറ്റർ പുത്തലത്ത് ദിനേശനാണ്. ഈ മലയാള മനോരമയെ പോലെ BBC-യിലോ തോംസൺ ഫൗണ്ടേഷനിലോ ഒക്കെ വലിയ പരിശീലനം കിട്ടി വന്ന ആൾക്കാരല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഈ എഡിറ്റോറിയൽ മര്യാദ, ധാർമ്മികത കാണിച്ചത്, വൃത്താന്ത ധർമ്മം പരിപാലിച്ചത്. നോക്കൂ, അതിൻ്റെ 1-ാം പേജ് കൊടുത്തിരിക്കുന്ന വാർത്ത വളരെ സത്യസന്ധമായിട്ടും ബാലൻസ്ഡുമായിട്ടുമുള്ള വാർത്തകളാണ്. അതിനെക്കുറിച്ച്, ഗവൺമെൻറ്റിനെക്കുറിച്ച് ഒരു വിമർശനമില്ലാതെ ആ യുദ്ധത്തിൻ്റെ പ്രൊഫഷണലിസത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സത്യസന്ധമായ വാർത്തകൾ കൊണ്ട് നടത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടതും ഏതൊരു ഇന്ത്യക്കാരനും സന്തോഷം പകരുന്നതുമായിട്ടുള്ള യുദ്ധകാല വാർത്തകളാണ് അവർ 1-ാം പേജിൽ തന്നെ ആവേശഭരിതമായിട്ടുള്ള വലിയ ഹെഡ്ലൈനുകളിൽ കൊടുത്തിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കൂ, രാത്രി കനത്ത ഏറ്റുമുട്ടൽ, പാക് ആക്രമണാശ്രമം പരാജയപ്പെടുത്തി, 2 JF-17, 1 F-16 വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു, 50-ലേറെ ഡ്രോൺ തകർത്തു, അതിർത്തി സംസ്ഥാനങ്ങളിൽ ബ്ലാക്ക് ഔട്ട്. സത്യമാണതെല്ലാം, നമ്മൾ കണ്ടതുമാണ്. ബുധനാഴ്ച 15 ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണ ശ്രമമുണ്ടായി, അതാണ് തകർത്തത്. ഇന്ത്യക്ക് കരുത്തായത് റഷ്യയുടെ S-400 സുദർശന ചക്രം. സുദർശന ചക്രം എന്നല്ല പേര്, അതിൻ്റെ പേര് S-400 എന്നേ ഉള്ളൂ. ഇന്ത്യ അതിനെ വിശേഷിപ്പിക്കുന്നതാണ്. ആ സുദർശനം പോലും അവർ കൊണ്ടുവന്നു. മിത്തായിട്ടൊക്കെ അവർ തിരിച്ചറിയുന്ന സുദർശനത്തെ പോലും കൊണ്ടുവരാൻ ഒരു ഹിന്ദു ഐഡിയോളജിയുടെ ഭാഗമാണെന്ന് വിചാരിക്കാതെ അതുപോലും അവർ കൊണ്ടുവന്നു. അക്കാര്യത്തിൽ വലിയ ഒരു അഭിനന്ദനം ആ പത്രവും പുത്തലത്ത് ദിനേശനും അർഹിക്കുന്നുണ്ട്. തിരിച്ചടിയിൽ പാക് നഗരങ്ങൾ വിറച്ചു. അത് അതേപോലെ കൊടുക്കാൻ അവർ മടിച്ചില്ല. ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് പറയാനാണ് പല സമയങ്ങളിലും അവർ, ഇന്ത്യയുടെ പോളിസിയിൽ അങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറയാനാണ് അവർ താല്പര്യപ്പെടുക. അല്ല, ഇതിൽ സ്വരാജിന് ദുഃഖം തോന്നുമല്ലോ. അതെ, സ്വരാജ് ചിലപ്പോൾ പാർട്ടിയിൽ രാജിവെച്ച് പോകുമെന്നറിയില്ല. പിന്നെ തിരിച്ചടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പത്രമാണല്ലോ വരുത്തുന്നത്. അതെ, അദ്ദേഹം ഇനി ബഹിഷ്കരിക്കുമെന്നും അറിയില്ല, അതിന് വരെ ഇനി മനോരമയാക്കുമെന്നും അറിയില്ല. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം HQ തകർത്തു. അവിടെയാണ് HQ എന്ന് പറയുന്നത് ചൈന കൊടുത്ത ഒരു സംവിധാനം, ചൈനയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചതാണ്. സോവിയറ്റ് യൂണിയൻ്റെ മിസൈൽ സംവിധാനം, മിസൈൽ വേദ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വിജയിപ്പിച്ച് കാണിച്ചു. ചൈന കൊടുത്തിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതെ പാകിസ്ഥാൻ അത് നശിപ്പിച്ചും കളഞ്ഞു. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തും കഴിഞ്ഞ് ഇന്ത്യ. അത് സമ്മതിക്കുന്നുണ്ട് ദേശാഭിമാനി പത്രം. 7 വ്യോമ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അത് പാകിസ്ഥാൻ്റെയാണ്. അതുകൂടാതെ നമ്മൾ 3 പൈലറ്റുമാരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയവും തകർന്നു. ഇന്ത്യ കളിക്കാനിരുന്ന സ്ഥലമാണത്. ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്ത് പോവുകയായിരുന്നു. ഇസ്ലാമാബാദിലും പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലും സ്ഫോടനം.
മുമ്പിലല്ല 15 കിലോമീറ്റർ അകലെയായിട്ടും മുമ്പിലെന്ന് പറഞ്ഞു കൊടുത്തു, ഇച്ചിരി കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു കുറച്ചുകൂടി ദേശാഭിമാനം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൊടും ഭീകരൻ റൌഫ് അസർ കൊല്ലപ്പെട്ടു. റൌഫ് അസറിനെ കുറിച്ചുള്ള വിവരണം, അത് ഏത് തരത്തിലുള്ളൊരു ദുഷ്ടജീവിയായിരുന്നു എന്നുള്ളത് സവിസ്തരമായിട്ട് മറ്റൊരു പേജിൽ അവർ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ആ പത്രത്തിൻ്റെ പേജിൻ്റെ ഇൻഡിക്കേറ്റർ കൂടെ കൊടുത്തിരുന്നെങ്കിൽ വായനക്കാർക്ക് പ്രയോജനം ഉണ്ടാകുമായിരുന്നു. ഇന്ത്യയിലെ 27 വിമാനത്താവളവും അടച്ചു. 27 ഉത്തരേന്ത്യയിൽ, അതും സത്യമാണ്. ധരംശാലയിലെ IP മത്സരം നിർത്തി. വളരെ ബാലൻസ്ഡായിട്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. വേറെ ഒരു കുഴപ്പമില്ല, ഒരു അതിശയോക്തിയില്ല, ഒരു അത്യുക്തിയില്ല. നന്നായിട്ട് വാർത്തകൾ കൊടുത്തിരിക്കുകയാണ്. വളരെ സമ്മതമായിട്ടുള്ള വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവരെഡിറ്റോർ നോക്കൂ, വിദ്വേഷ വിത്തുകൾ ഇനി മുളയ്ക്കരുത്. ഭീകരന്മാരെ ഇത്ര ശക്തമായിട്ട് എതിർക്കാൻ ഈ പത്രം കാണിക്കുന്ന ആ ജാഗ്രത തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതാണ്. ഇനി പുത്തലത്ത് ദിനേശിനെ അവിടെ നിന്ന് മാറ്റുമെന്നറിയില്ല. എന്തായാലും വളരെ അഭിനന്ദനമായിട്ടാണ് ഒന്നാം തരം എഡിറ്റർ. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് വേണു രാജാമണി, അതായത് ഒരു ഇടതുപക്ഷ ചുവയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ VB പരമേശ്വരൻ, അവരുടെ ലേഖകൻ ഇടതുപക്ഷക്കാരൻ തന്നെയാണ്. അവരുടെ ആംഗിളിലുള്ള വാർത്തകളും കൊടുത്തിട്ടുണ്ട്. വളരെ അഭിനന്ദനീയമായിട്ടുള്ള രീതിയിലാണ് ഈ പത്രം ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദേശാഭിമാനി എന്നുള്ള അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ മാസ്റ്റ് ഹെഡ് അന്വർത്ഥമായത് ഇപ്പോഴാണ് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. യുദ്ധ സാഹചര്യത്തിൽ അവർ സന്ദർഭത്തിനൊത്ത് ഉയർന്നിരിക്കുന്നു എന്നുള്ള കാര്യം. കാരണം ഈ ദേശാഭിമാനി നൽകുന്ന സന്ദേശം രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. രാഷ്ട്രീയത്തിനും മതത്തിനുമെല്ലാം അതീതമായി നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിലാണ്. പാകിസ്ഥാന്റെ ഭീഷണി നിലനിൽക്കുന്നു. നാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നല്ല സന്ദേശം. അതിനിടയിലാണ് സ്വരാജിനെ പോലുള്ള സാറാദ്യം സൂചിപ്പിച്ച കീടങ്ങളുടെ ശല്യവും. അതെ, ശരിയാ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ സ്വഭാവം പണ്ട് ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പം മാറിയിരിക്കുന്നു. കാരണം മോദി, എനിക്കൊരു പക്ഷേ തോന്നുന്നത് അവരുടെ മധുര കോൺഗ്രസിൽ ചർച്ചാ വിഷയമായി കാണും. ദേശവിരുദ്ധമായിട്ട് നിന്നിട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വൻ പരാജയമാണ്. കൽക്കട്ട തീസിസിൻ്റെ കാലത്ത് വൻപിച്ച തോതിൽ അവർക്ക് അടിയേറ്റു. അതുപോലെ തന്നെ ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ കാര്യത്തിൽ EMS എടുത്ത നിലപാടിൻ്റെ പേരിൽ, അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ ദേശവിരുദ്ധമായിട്ട് എടുത്തതിൻ്റെ പേരിലാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ഒറ്റയക്ക സംഖ്യയായിട്ട് പാർലമെൻറ്റിൽ നിൽക്കുന്നത്. ഒരു ദേശീയ പാർട്ടി എന്നുള്ള അതിൻ്റെ പദവി നഷ്ടപ്പെട്ടു പോകുന്നു. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി കാണണം അവിടെ രഹസ്യ ചർച്ചകളിലെങ്കിലും. അതുകൊണ്ട് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ദേശാഭിമാന പ്രചോദിതമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാനുള്ള നിർദ്ദേശം കാണും. ഏതു സമയത്തും ഗവൺമെൻറ്റിനെ ഇങ്ങനെ യാതൊരു കാര്യവുമില്ലാതെ വിമർശിക്കുന്ന ഈ സ്വരാജിൻ്റെ രീതി അവസാനിപ്പിക്കണം. ആ സെഷനിൽ ഒരു പക്ഷേ സ്വരാജ് പങ്കെടുത്ത് കാണില്ലായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ഈ ക്രൂരമായിട്ടുള്ള വർത്തമാനങ്ങൾ, നമ്മൾ തുടങ്ങി വയ്ക്കാത്ത, നമുക്ക് അനിവാര്യമായിട്ടും ചെയ്യേണ്ടി വന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതിപ്പോൾ നോക്കൂ, നാം ഇങ്ങനെയല്ല പറയുമ്പോഴും MA ബേബിയുടെ ആ പ്രസ്താവന അവിടെ ഉണ്ട്. ദേശാഭിമാനി പത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതാണ് അവിടുത്തെ പെഹൽഗാമിൽ ആക്രമണത്തിന് കാരണമെന്ന് പറയുന്ന ഒരു പ്രസ്താവനയുമുണ്ടല്ലോ. അത് അദ്ദേഹം നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അയാൾ ഭ്രാന്ത്, അയാൾക്ക് തലയ്ക്ക് വട്ട എന്ന് പറഞ്ഞല്ലോ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ടല്ലല്ലോ സംസാരിച്ചത്. ആ ഒരു ശൈലിയിൽ അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വിജയൻ ഈ യുദ്ധം അനിവാര്യമായിരുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ, നമ്മുടെ സൈനികരെ അഭിനന്ദിച്ച സന്ദർഭം തൊട്ട് പിന്നെ അദ്ദേഹം അക്കാര്യത്തിൽ എതിർത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. സ്വരാജ് ഇത് പറഞ്ഞതിനെ അദ്ദേഹം പിന്തുണച്ചിട്ടുമില്ല. സ്വരാജ് ഒറ്റപ്പെട്ടു. പാർട്ടിയിലെ ഒരു MV ഗോവിന്ദൻ മാഷ് പോലും അതങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി പറയുമായിരിക്കും, പക്ഷേ യുദ്ധ സന്ദർഭത്തിൽ അവരാരും പറയുന്നില്ല എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം. നമ്മളതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുക, അതല്ലേ ചെയ്യേണ്ടത്.